ഹായ് ഓൾ വെൽക്കം ടു ഐഷാസ് കിച്ചൻ. ഐഷാസ് കിച്ചൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ. അതുപോലെ ഇന്നലെ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയാണ്. ഓവൺ ഒന്നും യൂസ് ചെയ്യാതെ ഫ്രൈയിങ് പാനിലാണ് ഈ ഒരു കബാബ് തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അധികം എണ്ണയൊന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് വേണ്ടത് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസസ് ആണ്. അത് നമ്മൾക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വല്ലാണ്ട് പേസ്റ്റ് ആക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവമായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനും അതുപോലെ തന്നെ ബാക്കി എല്ലാ ചേരുവകളും കൂടി നമുക്ക് ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ ചിക്കന് ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് മല്ലിയില വേണം. മല്ലിയില ഒരു അര കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് ചതച്ചതാണ്, അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചതച്ചത്. അതുപോലെ 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലോ കുറവോ എടുക്കാം, പക്ഷേ ഇത് ഒരു നോർമൽ എരിവുള്ളൂ. ഈ ഒരു 5-6 പച്ചമുളക് അതെന്തായാലും വേണ്ടി വരും, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ വലിയൊരു കോഴിമുട്ട തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഗരം മസാല പൊടി ഒരു 1/2 ടീസ്പൂണും പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ്. അത് ഞാൻ 1/2 ടീസ്പൂൺ മാത്രമാണ് ഇത്രയും ചിക്കനിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കബാബിലേക്ക് എപ്പോഴും ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് 1/2 ടീസ്പൂണ് ധാരാളമാണ്. പിന്നെ 1 ടീസ്പൂണ് വിനേഗർ, അതായത് സുർക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വല്ലാണ്ട് പേസ്റ്റ് പരുവാക്കരുത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി, വല്ലാണ്ട് പേസ്റ്റ് ആക്കിയാൽ നമ്മൾക്കത് കബാബ് പരുവത്തിലാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പരുവമായി കിട്ടിയാൽ മതി. ഇങ്ങനെ സ്പൂണിൽ നമുക്ക് കോരിയെടുക്കാൻ പറ്റണം, ഈ ഒരു പരുവം ആവണം. വല്ലാണ്ട് പച്ചമുളകൊന്നും വല്ലാണ്ട് അരയാൻ പാടില്ല. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് അല്പം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസാണ്. അത് നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ഒരു റെസിപ്പിയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷെ നല്ല ടേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അതുപോലെ ഫ്രഷ് ക്രീം വേണം. ഇതിപ്പോൾ മലായി ഷീഖ് കബാബാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണ്ടാന്നാണെങ്കിൽ അതിന് പകരം 2 ടീസ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം പുളി ഇല്ലാത്ത തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇത് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, ഉപ്പ് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് ഉണ്ടാവാത്ത പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ ഉപ്പ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കരുത്. കാരണം നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ എങ്ങനെയായാലും ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പരുവം മതി, കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് ഞാനിപ്പോൾ 1 കപ്പോളം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്കൊരു മാവിൻ്റെ പരുവമായി കിട്ടുവാണെങ്കിൽ പിന്നെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ എനിക്കിപ്പോൾ ഇതിലേക്ക് 1 കപ്പോളം വേണ്ടി വന്നിട്ടുണ്ട് ബ്രെഡ് പൊടിച്ചത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വല്ലാണ്ട് കൂടുതൽ സ്റ്റിക്കി പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ബ്രെഡ് പൊടിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ ഇതിലേക്ക് 1 കപ്പോളം ബ്രെഡ് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കബാബ് തയ്യാറാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ താഴെ വെക്കുക. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പരുവമായി കിട്ടണം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി എന്നർത്ഥം. അപ്പോൾ നമുക്കിത് അല്പനേരം ഫ്രിഡ്ജിൽ വെക്കാം, എന്നാലേ നമുക്കിത് ഒരു കബാബിൻ്റെ പരുവമായി ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ കബാബിൻ്റെ മാവ് അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു, നല്ല സ്റ്റിഫായിട്ടുണ്ട്. ഇപ്പോൾ മാവ് ഏകദേശം നമുക്ക് കബാബ് തയ്യാറാക്കാനുള്ള റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾക്ക് ഇതിലേക്ക് അല്പം എണ്ണ വേണം. അത് ഒരു ടീസ്പൂണൊക്കെ മതി. നമ്മൾ കൈ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാൻ. ഇത് സ്ക്യൂവറിൽ നമ്മൾ ചെയ്തെടുക്കുമ്പം കൈ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ബാംബൂ സ്ക്യൂവേഴ്സ് വേണം. ഞാനിപ്പോൾ 2 തരത്തിലുള്ള സ്ക്യൂവേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ സൈസുള്ള സ്ക്യൂവറാണ്, ബാംബൂ സ്ക്യൂവർ. അതുപോലെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ചെറുതാണ്. കാരണം നമ്മൾ ഫ്രൈങ് പാൻ നമ്മൾ ഫിറ്റ് ആവുന്ന രീതിയിലുള്ള സ്ക്യൂവർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആകെ പണി കിട്ടും. കാരണം നമുക്കത് ചുട്ടെടുക്കാൻ പറ്റില്ലല്ലോ, ഫ്രൈങ് പാനിനകത്ത് കൊള്ളുന്നില്ലെങ്കിൽ പ്രശ്നമാവില്ലേ. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ക്യൂവർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കട്ട്ലേറ്റ് ഒക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ ആക്കിയ ശേഷം ഷേപ്പാക്കിയ ശേഷം ഒന്ന് ചുട്ടെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട. പിന്നെ ഇതുപോലെ ഒരു പ്ലേറ്റിന് മുകളിൽ നമ്മൾ സിൽവർ ഫോയിലൂടെ കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബേക്കിംഗ് പേപ്പർ വെക്കുക. അത് നമ്മൾ റെഡിയാക്കി വെക്കണം. കാരണം നമ്മളിപ്പം ഈ കബാബ് റെഡിയാക്കിയിട്ട് നമ്മൾക്ക് അതിൻ്റെ മുകളിലാണ് വെക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റിക്കി ആയി പോവും. പ്ലേറ്റിലൊക്കെ വെച്ച് നമുക്കത് ഒട്ടിപ്പിടിക്കും പ്ലേറ്റിൽ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കയ്യിൽ അല്പം എണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് കബാബ് റെഡിയാക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. ഓരോ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ഓരോ സ്ക്യൂവർ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അതുപോലെ നമ്മളിപ്പോൾ ഫ്രൈങ് പാനിലാണ് ഈ ഒരു കബാബ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണ കബാബിൻ്റെ ഷേപ്പിൽ നമ്മൾക്കിപ്പോൾ ഇതൊന്നും ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. ചിക്കനൊക്കെ നമ്മൾ വേവിക്കാത്ത ചിക്കൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കബാബ് തയ്യാറാക്കാനുള്ള മാവ് നമ്മൾ അല്പനേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു ഷേപ്പിൽ തയ്യാറാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് കിട്ടില്ല, വല്ലാണ്ട് സ്റ്റിക്കി ആവും. അപ്പോൾ നമ്മളുടെ കബാബ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പം എണ്ണ തടവി കൊടുക്കാം ഇതിൻ്റെ മുകളിൽ, നമ്മൾ ബേക്കിംഗ് പേപ്പറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ബേക്കിംഗ് പേപ്പറിൽ വെക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ട് കബാബ് റെഡിയാക്കാം. സ്ക്യൂവറിൽ തന്നെ കബാബ് റെഡിയാക്കണമെങ്കിൽ റെഡിയാക്കാം. ഞാനിപ്പോൾ 2 കബാബ് മാത്രമേ ഞാനിപ്പോൾ സ്ക്യൂവറിൽ ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഫ്രീസ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ സ്ക്യൂവറിൽ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ളത് ഞാൻ കട്ട്ലേറ്റിൻ്റെ പോലെ ഞാൻ ഷേപ്പാക്കിയ ശേഷം ഞാൻ ഫ്രീസ് ചെയ്യാണ്, നാളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് സ്ക്യൂവർ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഈ ഒരു ചിക്കൻ കബാബ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൈ ഒന്ന് ചെറുതായിട്ട് ഗ്രീസ് ചെയ്തിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് കൈൻ്റെ അകത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. വല്ലാണ്ട് തിന്നാക്കരുത്, അത്യാവശ്യം കട്ടി വേണം. എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക സൈഡൊക്കെ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് പേപ്പറിൽ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫ്രീസ് ചെയ്യാൻ പോവുകയാണ്. 2 ദിവസമൊക്കെ ഞാൻ ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾ 2 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതിയാവും. നല്ലതല്ല ഈ ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ചിക്കനൊക്കെ കുക്ക് ചെയ്യാതെ യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് 2 ദിവസമൊക്കെ മതിയാവും. അപ്പോൾ ഞാൻ 2 ദിവസത്തിനുള്ളതേ വെക്കുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ കബാബൊക്കെ നമ്മൾ ഫ്രീസ് ചെയ്യാൻ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾക്കിപ്പോൾ കട്ട്ലേറ്റൊക്കെ നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെക്കുന്ന പോലെ നമുക്ക് ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതിൻ്റെ മുകളിൽ വേറെ കോട്ടിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിത് മൊത്തത്തിലൊരു പാത്രത്തിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ, ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാം കൂടി സ്റ്റിക്കി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് ബേക്കിംഗ് പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് പാത്രത്തിലേക്കാക്കി മാറ്റാൻ. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്യൂവറിലത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇതുപോലെ വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എണ്ണ തടവിയിട്ട്, അല്ലെങ്കിൽ ബട്ടറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും കഴിക്കാൻ എണ്ണയാണ് നല്ലത്. കുട്ടികൾക്കാണെങ്കിൽ ബട്ടർ യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി. അധികം എണ്ണയൊന്നും വേണ്ട ആവശ്യമില്ല ഈ ഒരു കബാബ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇതുപോലെ വലിയ പാൻ ഇല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പാൻ എടുത്താലും മതി. ഇതിലും ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള സ്ക്യൂവർ നമ്മൾ ഫിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ വലിയൊരു പാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാന് ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് സ്ക്യൂവറിലുള്ള കബാബ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നിങ്ങളിപ്പം ഫ്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നേരിട്ട് നമ്മൾ തയ്യാറാക്കുവാണെങ്കിൽ ഇതുപോലെ ബേക്കിംഗ് പേപ്പറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നേരിട്ട് നമ്മൾ ഓരോ കബാബ് ഇതുപോലെ തയ്യാറാക്കിയ ശേഷം ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പം ബേക്കിംഗ് പേപ്പറിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. ബേക്കിംഗ് പേപ്പറിലേക്ക് വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ പാർട്ടീസൊക്കെ എടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അതൊന്ന് ഫ്രീസായ ശേഷം വേണം നമുക്കിത് നല്ല ഒരു കണ്ടെയ്നറിൽ നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വീണ്ടും അല്പം എണ്ണ നമുക്ക് തടവി കൊടുക്കാം. നമ്മൾ അധികം എണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു റെസിപ്പിയിൽ. പിന്നെ ഒരു സൈഡ് ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതുപോലെ നമ്മളിത് കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, അപ്പോൾ അകത്തൊന്നും വേവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ രണ്ട് സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. രണ്ട് സൈഡും നന്നായിട്ട് കുക്കായി വന്ന ശേഷം നമുക്ക് സൈഡും കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ക്യൂവർ ഇതുപോലെ ആക്കി കൊടുക്കാം. അങ്ങനെ വരുമ്പം സൈഡ് അധികം നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്ക്യൂവർ ആകുമ്പോൾ നമ്മൾക്ക് ചൂടുണ്ടാവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ചൂടിൻ്റെ പേടിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. വല്ലാണ്ട് കുറേ നേരം വെക്കണം എന്നല്ല, ചെറുതായിട്ടൊന്ന് കുക്ക് എടുത്താൽ മതി രണ്ട് സൈഡും. അതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. കാരണം അതെന്തായാലും കുക്കാവും. നമ്മൾ രണ്ട് സൈഡും ചെറിയ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ എന്തായാലും കുക്കാവും. പക്ഷെ നമുക്കിതൊരു വൈറ്റ് കളറിൽ രണ്ട് സൈഡും കാണുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. നിർബന്ധമൊന്നുമില്ല, ഒട്ടും നിർബന്ധമില്ല, അല്ലെങ്കിലും കുക്കാവും കേട്ടോ. അപ്പോൾ നമ്മളുടെ കബാബ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. നമ്മൾ നല്ല അധികം എണ്ണ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോഴേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മളെ കബാബ്. കണ്ടോ, എല്ലാ സൈഡും നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല എളുപ്പമല്ലേ ഈ ഒരു റെസിപ്പി. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈങ് പാൻ ആയതുകൊണ്ട് ഓവണൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ റെസിപ്പിയാണ്. പിന്നെ നോമ്പല്ലേ, അപ്പോൾ എന്തുകൊണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അധികം എണ്ണ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഒരുപാട് എണ്ണയിലൊന്നും നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ്, നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുള്ള കബാബാണിത്. കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുള്ള കബാബാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഫ്രീസ് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ നല്ല സ്റ്റിഫായിട്ടുണ്ട്, നല്ല ഐസ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രീസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. നമുക്കിപ്പോൾ ഇനിയിപ്പം സ്റ്റിക്കി ആവില്ല എന്തായാലും. അപ്പോൾ ഇതെങ്ങനെ ഫ്രീസ് ചെയ്യാൻ നോക്കാം. ഇനി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഏറ്റവും താഴെ നമ്മൾ സിൽവർ ഫോയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 3 എണ്ണമൊക്കെ മതി, അടുത്തടുത്ത് വെക്കുക, മുകളിൽ വെക്കണ്ട. എന്നിട്ട് വീണ്ടും ഒരു സിൽവർ ഫോയിൽ വെക്കുക. എന്നിട്ട് അടുത്തത് വെക്കുക. ഫ്രീസ് ചെയ്യാതെ നമുക്ക് ഇതുപോലെ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രീസ് ചെയ്ത ശേഷം കബാബ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പം കബാബ് എങ്ങനെ ഫ്രീസ് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാക്കിയുള്ള കബാബ് ഇതുപോലെ ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് നാളത്തേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു റെസിപ്പി. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് സെൻഡ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്